എൻ്റെ വീട്ടിലേക്ക് വരണം. എന്നെക്കൊണ്ട് കഴിയാവുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേട്ടൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ചെയ്ത് തരും. വിവാഹത്തെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സമയമായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല പ്രൊപ്പോസൽസ് ഒക്കെ വരികയാണെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അതെ, ബിഗ് ബോസ് സീസൺ 7 കൊട്ടിക്കലാശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് അറിയാം ആരാണ് വിജയ് എന്നുള്ളത്. അതിനുവേണ്ടി ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും ഒന്നാം സ്ഥാനം? അനീഷാണോ അതോ അനുമോളാണോ? ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന രണ്ടുപേര്. ഒരു സൈഡിൽ PR-ന്റെ ബലവും ഒരു സൈഡിൽ സാധാരണക്കാരന്റെ ബലവും തമ്മിലുള്ള ഒരു മത്സരം. ഈ മത്സരത്തിൽ വിജയിച്ചു കയറുന്നത് ആരാണ്? അതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊണ്ട് ബിഗ് ബോസ് സീസൺ 7 ലൈവ് കഴിഞ്ഞിരിക്കുകയാണ്. ലൈവ് ഇല്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ തന്നെ പലർക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാകാം. പലർക്കും ഈ ഒരു ഷോ എങ്ങനെയും ഒന്ന് തീർന്നു പോയാൽ മതി, ഇത് ഒട്ടും അങ്ങോട്ട് രസമില്ല, ഇത് ഒട്ടും കൊള്ളത്തില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട പല കാര്യങ്ങളും ഈ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നിട്ടുണ്ട്. പല വിവാദങ്ങൾ നടന്നിട്ടുണ്ട്, പല അടിപിടികൾ, അതോടൊപ്പം തന്നെ പല കുലസ്ത്രീകളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽപ്പെട്ട പല കാര്യങ്ങൾ, ചർച്ചകൾ, PR ചർച്ചകൾ. ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ PR-മായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ എത്തിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ അവസാനം എന്താകുമെന്നുള്ള ആകാംക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ ഞാൻ പറയാൻ വന്നത് അനീഷ് ഷാനവാസ് കോംബോ, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ കുറെ കൂടെ ജെനുവിനായിട്ട് ഈ പറയുന്ന ഷാനവാസ് ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എത്ര രസകരമാക്കിയേനെ. പല സമയത്തും ഇവരുടെ കോംബോ കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ പറയുന്ന ഷാനവാസിന്റെ തഗ്, അനീഷ് അതിന്റെ കൂടെ നിന്നുള്ള ഇതെല്ലാം നല്ല ഒരു രസമായിരുന്നു. പക്ഷേ പലപ്പോഴായിട്ടും ഈ ഷാനവാസ് ഉള്ളിൽ നിന്ന് സ്വയമേ എന്തൊക്കെയോ സൃഷ്ടിച്ചെടുത്ത് ആ ഒരു കോംബോയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെയും അങ്ങ് ഇല്ലാണ്ടാക്കി ഷാനവാസ് അതിന്റെ പേരിൽ കുറെ നെഗറ്റീവുകൾ കേട്ടൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്നലെ അവസാന ദിവസമായപ്പോൾ ഇന്നലെ അനീഷും ഷാനവാസും തമ്മിലുണ്ടായിരുന്ന ആ ഒരു കോംബോ റിയലി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്ത് രസമായിരുന്നു അറിയാമോ. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അത് കിടന്ന് ഓടുന്നുണ്ട്. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയിൽ അനുമോൾ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് പടവറമ്പത്തിലൂടെ പോരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനീഷും ഷാനവാസും കൂടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് വരികയാണ്. അപ്പം പോരുന്നോന്ന് ഈ പറയുന്ന അനുമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ ചോദിക്കുന്നുണ്ട്, എവിടേക്കാ? അല്ല, കൊടന്നൂരിലേക്ക് വരുന്നുണ്ടോ, മഞ്ഞ പെയിന്റ് അടിച്ച വീട്ടിലേക്ക്? അപ്പൊ അനുമോള്, ഞാൻ വരുന്നില്ല എന്ന്. അപ്പൊ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എടാ ഇങ്ങനെയാടാ ചോദിക്കേണ്ടിയേ, അല്ലാതെ പോയി കല്യാണം കഴിക്കുന്നു ഇങ്ങനെയല്ല ചോദിക്കേണ്ടത്, ഞങ്ങൾ 2K കിഡ്സ് ആണ്, ഇങ്ങനെയൊക്കെയാണ് പോയി ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസം. നമ്മളെന്താ പറയുക, നമ്മളൊരു കോളേജിൽ ഈ പറയുന്ന പെൺകുട്ടികളെ ലൈൻ അടിക്കത്തില്ല, കൂട്ടുകാരൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ കമന്റ് അടിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നല്ല രസകരമായിരുന്നു. ഇങ്ങനെയൊക്കെ ഷാനവാസ് ഇതിനു മുമ്പൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ എന്നാ തകർത്തേനെ. അടിപൊളിയായിട്ട് ഈ പറയുന്ന ഹ്യൂമർ വർക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് സംസാരിക്കാനും അടിപൊളിയായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഷാനവാസ്. പക്ഷെ എവിടെയൊക്കെയോ വെച്ച് പുള്ളിക്കാരന്റെ ആ ഒരു പുള്ളിക്കാരന്റെ ആ ഒരു ഓവറായിട്ടുള്ള തിങ്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇവൻ എന്തോ ഇതാണ്, അവൻ തെറ്റാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കുറെ താമസം എടുത്തതാണ് പുള്ളിക്ക് പറ്റിയ പറ്റ്. അനീഷിന്റെ കൂടെ നിന്നിരുന്ന എന്ത് രസകരമായിട്ട് ഈ ഒരു ഷോ കണ്ടിരിക്കുന്ന രീതിയിൽ ഈ ഷാനവാസിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അത് ഇന്നലത്തെ ആ ഒരു രംഗത്തോടു കൂടി നമുക്ക് മനസ്സിലായി. എന്തായാലും ആ രംഗം നിങ്ങൾ കുറച്ചൊന്ന് കണ്ടു നോക്കി. എനിക്ക് രസകരമായിട്ട് തോന്നി. രസകരം എന്ന് പറഞ്ഞാൽ ഞാൻ ചിരിച്ചു, അടിപൊളിയായിട്ട് ചിരിച്ചു. ഈ നടത്തങ്ങോട്ട് നടന്നിട്ടുണ്ട്. ഈ ഷാനൂർക്ക് മഞ്ഞ പേരടിച്ച വീട്ടിലോട്ട് പോരണോ? ഇങ്ങനെയാണോ ചോദിക്കുക, അല്ലാതെ എനിക്ക് വിവാഹം കഴിക്കാൻ ഇങ്ങനല്ലത് കഴിഞ്ഞ കാര്യങ്ങൾ. അപ്പോ അനീഷ് പറയുന്നത് കേട്ടോ, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു, പിന്നെ ഇതിനെ എടുത്തിട്ട് എന്നുള്ള ഒരു രീതിയിലാണ് അനീഷ് അവിടെ ചോദിക്കുന്നത്. എന്തായാലും അത് രസകരമായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അനീഷിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ആ സോഫയിലിരുന്ന്, മഞ്ഞ സോഫയിലിരുന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. അനുമോൾ അവിടെ മിൽക്ക് മെയ്ഡ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു. എത്ര എന്താ പറയാ, നമുക്ക് തന്നെ അത് കണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രസം തോന്നുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു രസമായിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ. പിന്നെ അനീഷിന്റെ ആ ഒരു കല്യാണത്തെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. അക്ബർ ചോദിക്കുന്നുണ്ട്, ഇനി ഒന്നാണ് കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അനുമോൾ അടുത്തുണ്ട്, ഷാനവാസ് ഉണ്ട്, നൂറയുണ്ട്. അവരൊക്കെ ഈ മാതള നാരങ്ങ തിന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമയത്താണ്. ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട്, എനിക്കിപ്പം 39 വയസ്സായി, എനിക്ക് നോക്കണം, ഇവിടുന്ന് ഇറങ്ങിയിട്ട് നല്ല ആലോചന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നോക്കും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് ഈ മുഖത്ത് ഇങ്ങനെ ബിഗ് ബോസ് എടുത്ത് സൂം ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട്. അനുമോൾ അത് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി.
വിവാഹത്തെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സമയമായി ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല പ്രപ്പോസൽസ് ഒക്കെ വരികയാണെങ്കിൽ കല്യാണം കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. അങ്ങനെ തന്നെ വേണ്ടോ? അപ്പോ ഞാൻ ഷാനവാസിനോട് പറയായിരുന്നു, അതല്ല പറഞ്ഞേക്ക്, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണില് എന്നെ നോക്കിയിരിക്കുന്ന ഒരാള് ഉണ്ടാവും. അപ്പൊ ആ ആള് കറക്റ്റ് ടൈമിനുള്ളിൽ എന്നിലേക്ക് എത്തിച്ചേരും. അതെ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകൊച്ചുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം അനീഷിനുണ്ട്. അത് അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ തന്നെ അത് നടന്നു കാണട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ്. അനുമോളുമായിട്ടുള്ള ആ ഒരു ഇത് പോയ സമയത്ത് ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നു അവരൊന്നാകണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അനുമോൾ അത് റിജക്ട് ചെയ്തു. പക്ഷെങ്കിൽ പോലും അനുമോളുടെ ഉള്ളിന്റെ ഉള്ളിൽ അനീഷിനോടുള്ള ഒരു ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം അനുമോൾ എത്ര മറച്ചു വെച്ചാലും അത് സത്യമാണ്. ഇപ്പൊ അനുമോള് കുറെ ഇങ്ങനെ മിണ്ടാതെയും പറിക്കാതെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അനുമോടെ മനസ്സിൽ അനീഷ് അന്ന് എല്ലാം ഇവിടെ വെച്ച് പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ അനുമോടെ ആ മുഖത്തുണ്ടായിരുന്ന ഒരു ഇത് ഒരാൾ നമ്മളെ ഇല്ല എല്ലാം തീർന്നു എന്ന് പറഞ്ഞു പോയിട്ടും അനുമോക്ക് വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് വിഷമമുണ്ട്, അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ഇതുണ്ട് എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഈ പറയുന്ന അനുമോക്ക് ഒരു എന്താ പറയാ, അവസാനമാകുമ്പോഴത്തേന് അനീഷിന് കപ്പ് കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴത്തേന് അനുമോക്ക് പിന്നെ അനീഷിനോട് ദേഷ്യം തോന്നുന്നുണ്ട്. അയാൾ അന്ന് വിളിച്ചുകൊണ്ടിരുന്നിടത്ത് എടാ പോടാന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അനീഷ് ഏട്ടാന്ന് വിളിച്ച സമയത്ത് പല രീതിയിൽ മാറ്റി പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അനുമോക്ക്. എന്തായാലും അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാൾക്കും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാക്കി വെച്ച ഒരു വ്യക്തിയല്ല. ഒരാളുടെ കുറ്റങ്ങൾ പോയി മറ്റൊടുത്ത് പറഞ്ഞ വ്യക്തിയല്ല. ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. സ്ത്രീകൾക്കെതിരെ മോശമായിട്ട് എങ്ങും പോയിരുന്ന് പറയുകയോ ആരെ അവഹേളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. റെന ഫാത്തിമയൊക്കെ വന്ന് പറയുന്നത് കേൾക്കണം. അത്രയ്ക്ക് അവരൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥി തന്നെയാണ് അദ്ദേഹം. ഗെയിമിന് വേണ്ടി ആ നാളുകളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവമാണെങ്കിൽ ഇറിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ ആ ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമേ ആ മത്സരാർത്ഥികൾ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഇറങ്ങിപ്പോകുമ്പോൾ എല്ലാവരോടും സ്നേഹവും കൊണ്ട് മാത്രമേ അവരോട് പെരുമാറിയിട്ടുള്ളൂ എന്നുള്ളത് റെന വന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ജിസേൽ ഒരു കാര്യം പറയുന്നുണ്ട് അനീഷിനെ കുറിച്ച്. അനീഷിനെ പോലെയുള്ള ഒരാൾ എൻ്റെ വീട്ടിൽ വേണമായിരുന്നു, എനിക്കൊരു സഹോദരി ഉണ്ടായിരുന്നേ അനീഷിനെ ഞാൻ കെട്ടിച്ചു തന്നേനെ എന്നാണ് ജിസേൽ പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കി. എൻ്റെ പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കെട്ടിവിടുമായിരുന്നു. ലൈക്ക് എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നേനെ, അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നാണ് ജിസേല് പറഞ്ഞത്. അതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥതയോട് പറയുന്നതാണ് ജിസേലൊക്കെ. ജിസേല് അത്രയ്ക്ക് അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ അനീഷിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ജിസേൽ പിന്നെ പറയുന്നു ജെന്യുവിൻ ആയിട്ടുള്ള ഒരാളാണ് അനീഷ് എന്ന് പറയുന്നുണ്ട് ഇന്റർവ്യൂവിലൊക്കെ. നൂറയും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും ഈ നൂറയൊക്കെ ഇതിനു മുമ്പും നമ്മള് പിന്നെ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ നടക്കുമ്പോഴും പറയുന്നുണ്ട് മറ്റുള്ളവരെ ഈ അനീഷേട്ടനെ മനസ്സിലാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ അനീഷേട്ടനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നൂറ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പറച്ചിലൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആ ഒരു കാര്യം കറങ്ങുന്നുണ്ട്. എന്തായാലും ഇന്നലെ നൂറ മിഡ് വീക്ക് എവിഷനിലൂടെ വെളിയിലേക്ക് പോകുന്ന സമയത്ത് നൂറയോട് അനീഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അനീഷ് പറഞ്ഞത് നൂറയും ആദിലയും എൻ്റെ സഹോദരിമാരാണ്, നിങ്ങൾക്ക് വേണ്ട സഹായം എന്നെ കഴിയാവുന്നത് ഞാൻ ചെയ്യുമെന്ന് അവരോട് പറയുന്നുണ്ട്. അതൊന്ന് നൂറ എൻ്റെ ഒരു സിസ്റ്ററിനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ പറയുന്നൊരു കാര്യമാണ്, നൂറയും ആദിലയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റേഴ്സാണ് എൻ്റെ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരണം, എന്നെ കൊണ്ട് കഴിയാവുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേട്ടൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ചെയ്ത് തരും. ഒരു ചേട്ടൻ എന്ന നിലയിൽ എന്നെ കൊണ്ട് കഴിയാവുന്നതെല്ലാം അനീഷ് ചെയ്തു കൊടുക്കുമെന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാര് പറഞ്ഞിരുന്നു. അഖിൽമാരാര് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അനീഷ് കൃത്യമായി ചെയ്യും. അനീഷ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ വേറൊരു കാര്യം കൊണ്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആദിലയും നൂറയും പ്രത്യേകിച്ച് പറയുന്ന ആദിലയൊക്കെ ഏറ്റവും കൂടുതൽ അനീഷിനെ പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്. അനീഷിന്റെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്, അതും ഈ സോപ്പ് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. അനീഷിനെ മണ്ടനെന്നും അനീഷിനെ മരക്കഴുതയെന്നും വിളിച്ച ഒരാളാണ് ഈ ആദില. അത് മാത്രവുമല്ല അനീഷിന്റെ പുതപ്പ്, അനീഷിന്റെ തലയറയൊക്കെ എടുത്തെറിഞ്ഞ ഒരു വ്യക്തിയാണ് ആദില. എന്നിട്ട് പോലും കുറച്ചുപോലും പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല. ഈ നൂറയ്ക്ക് ഇതെല്ലാം അറിയാം. നൂറയും പലപ്പോഴായിട്ട് അനീഷിനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നൂറയ്ക്ക് അനീഷിനോട് ഒരു പ്രത്യേകതര ഇഷ്ടം ഉണ്ടായിരുന്നു. ആദിലയ്ക്ക് ഇല്ലാതെ പോയതും അതാണ്. ആദില എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു വിഷം ചീറ്റുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരാളോട് ബഹുമാനം തോന്നാത്ത ആ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പം നന്മയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതല്ലേ. നമ്മൾ ഈ 24 hours ഇൻറ്റു ഈ ഇത് കാണുന്നത്, അതായത് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ആദിലെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ, മനുഷ്യനോട് ഒരു ഇതില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാ തുറന്നു കഴിഞ്ഞാൽ വിഷം ചീറ്റാന്ന ആ ഒരു വ്യക്തി.
മറ്റുള്ളവരോട് പറയേണ്ട രീതിയിൽ മാത്രം സംസാരിക്കുകയല്ല ചെയ്യുക. വേണ്ടാത്ത കാര്യങ്ങൾ വായി തോന്നുന്ന വിധത്തിൽ അങ്ങ് വെച്ച് കാച്ചുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ആരാണ് വിജയിക്കുന്നതെന്ന്. എന്റെ ഇഷ്ടം, ഞാൻ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അനീഷാണ്. അനീഷ് തന്നെ കപ്പ് തൂക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. കോടന്നൂരിലേക്ക് കപ്പും ഉയർത്തിക്കൊണ്ട് അനീഷ് എത്തട്ടെ. അതിനുവേണ്ടി എല്ലാ ഭാവങ്ങളും നേരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് മസ്റ്റായും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.